ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളൊരു പുതിയ വീഡിയോ എടുക്കുകയാണ്. ഇത് നമ്മൾ RCCയിലേക്ക് ഭക്ഷണം കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിൻ്റെ ക്രമീകരണമാണ് ഈ ചെയ്യുന്നത്. നല്ല മഴയാണ്. ഞങ്ങൾ കോഴഞ്ചേരി പുല്ലാട് പച്ചക്കറി മാർക്കറ്റിൽ പോയി അവിടെ ഹോൾസെയിൽ കടയിൽ നിന്നാണ് വർഷങ്ങളായിട്ട് സാധനം എടുക്കുന്നത്. കോഴഞ്ചേരിയിലായിരുന്നു ഇവരുടെ ആദ്യത്തെ മാർക്കറ്റ്. പുല്ലാട്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ കോഴഞ്ചേരിയിൽ നിർത്തി പുല്ലാട്ട് മാത്രമായിട്ട് അവരെ ക്രമീകരിച്ചിരിക്കുന്നു. പുല്ലാട് മാർക്കറ്റിനോടടുത്തു. രാവിലത്തെ വലിയ തിരക്കുകളെല്ലാം അവിടെ കഴിഞ്ഞു. ഇത് ഞങ്ങളുടെ മോനി ബ്രദറാണ്. 10-20 വർഷമായിട്ട് നമുക്ക് ആശുപത്രിയിലെ ഭക്ഷണം കൊടുക്കുന്നതിന് ആവശ്യമായിരിക്കുന്ന വെജിറ്റബിൾ വന്നിരിക്കുന്നത്. മോനി ബ്രദറിൻ്റെ ഫാദറുള്ള സമയം മുതൽ കോഴഞ്ചേരി മാർക്കറ്റിൽ നിന്ന് സാധനം എടുക്കാൻ തുടങ്ങിയതാണ്. അപ്പച്ചൻ്റെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. വളരെ ശാന്തതയോടെ പ്രാർത്ഥനയോടെ അപ്പച്ചന് വെജിറ്റബിളൊക്കെ എടുത്തു തരുന്നത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഇതൊരു വലിയ ദൈവപ്രവൃത്തി അമ്മോനെ നന്ദി പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. വളരെയധികം ഉത്സാഹത്തോടെ പ്രാർത്ഥനയോടെ അപ്പച്ചൻ അത് ചെയ്തു. ഇന്ന് അപ്പച്ചൻ്റെ മകനാണ് ഈ മോനി ബ്രദർ. അദ്ദേഹമാണ് ഈ ഹോൾസെയിൽ ബിസിനസ് തുടർമാനമായിട്ട് ചെയ്യുന്നത്. ഇന്ന് മോനി ബ്രദർ നമുക്ക് 10-20 വർഷമായിട്ട് ഈ വെജിറ്റബിൾ തന്ന മോനി ബ്രദർ ഈ പ്രവർത്തനത്തിൽ 2 വാക്ക് നമ്മളോട് സംസാരിക്കുന്നു. വൈകുന്നേരം ആഹാരത്തിൽ പാസ്റ്റ വളരെ കഷ്ടപ്പാട് സഹിച്ച് ഏത് മഴയാണെങ്കിലും ഏത് ചൂടാണെങ്കിലും വന്ന് വളരെ ത്യാഗമായി സഹിച്ച് വന്ന് മാർക്കറ്റിൽ വന്ന് സാധനം എടുക്കുകയും അവർക്ക് വേണ്ടി ഒരു നേരത്തെ അല്ല പല നേരത്തെ ആഹാരങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന പാസ്റ്റ ഞാൻ പലപ്പോഴും വീട്ടിൽ ഇരുന്ന് ഓർക്കാറുണ്ട്, ഇവിടെ വെച്ച് ഓർക്കാറുണ്ട്. അദ്ദേഹം ചെയ്യുന്ന ത്യാഗമായൊരു കാര്യമാണ്. തിരുവനന്തപുരം RCC സെൻറ്ററിൽ, അതുപോലെ ആദിവാസി കോളനികളിൽ, അതുപോലെ പല സ്ഥലങ്ങളിലും ആഹാരമില്ലാത്തവർക്കും വസ്ത്രമില്ലാത്തവർക്കും അങ്ങനെ വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഞാൻ എപ്പോഴും സന്തോഷവാനാണ്. ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. പാസ്റ്ററേയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നു. ഇരിക്കുന്നത് എൻ്റെ മകളാണ്, ഇളയ മകളാണ്. ഞാനും മോളും കൂടെ ചേർന്ന് ചെറുകെ സവാളയൊക്കെ പൊളിച്ച് ക്രമീകരണം തുടങ്ങി. അതോടൊപ്പം തന്നെ ഉരുളക്കിഴങ്ങ് അതിനോടൊപ്പം തന്നെ പൊളിച്ച് ചെത്തി അതിനകത്ത് ഇടുന്നുണ്ട്. അതെല്ലാം വീണ്ടും നന്നായിട്ട് കഴുകിയെടുത്ത് വൃത്തിയായിട്ട് രീതിയിൽ വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ആണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഇത് രോഗികൾക്കും ബൈസ്റ്റാൻഡേഴ്സിനും കൊടുക്കേണ്ടതാണല്ലോ. ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും വരാതെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണല്ലോ. കഴിഞ്ഞ 28 വർഷമായി നമ്മൾ ദൈവത്തിൻ്റെ കൃപയാൽ ചെയ്യുന്നു. ഒരു പ്രയാസവും ഒരിടത്തുനിന്ന് ഇതുവരെ വരാൻ ദൈവം സമ്മതിച്ചില്ല. ഇത് ഞങ്ങളുടെ കൂടെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു അശ്വതിയാണ്. ഇത് എൻ്റെ ഭാര്യ ജിനുവാണ് ഇരിക്കുന്നത്. ഈ ജിനുവാണ് ഏറെ അധികം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അധ്വാനിക്കുന്ന വ്യക്തി. ഒരുപാട് ത്യാഗപൂർവ്വം അത് ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കൈകാര്യം ചെയ്യുന്നു. വീണ്ടും അത് അടുപ്പ് കത്തിച്ച് വലിയ ഉരുളിയാണ്. ഉരുളിക്കകത്തെല്ലാം ക്രമീകരിച്ച് നല്ല തീക്കകത്ത് നന്നായിട്ടത് വഴറ്റിയെടുക്കും. മുട്ടയ്ക്കുള്ള ഗ്രേവി റെഡിയായി കഴിഞ്ഞു. ഇത് മുട്ട പുഴുങ്ങുന്നു. ചെറിയ ചൂടിൽ സാവകാശമാണ് മുട്ട പുഴുങ്ങുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകും. അതിനുശേഷം മുട്ടയെല്ലാം എടുത്ത് നന്നായിട്ട് തണുത്തതിന് ശേഷം തോടോടുകൂടെ അത് പായ്ക്കുക. ഇത് എൻ്റെ പെങ്ങൾ മീനു, കൂടാതെ ജിത്തു, നമ്മുടെ സമീപ വീട്ടിലെ മോനാണ് ജിത്തു. വളരെ ശ്രദ്ധിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ബ്രെഡാണ് കൊടുക്കുന്നത്. ചപ്പാത്തി മെഷീനുണ്ട്, ചപ്പാത്തി അരിഞ്ഞ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഞങ്ങൾക്ക് വളരെ കഠിനമായിരിക്കുന്ന ജോലിയാണ്. ചപ്പാത്തി ഉണ്ടാക്കി 1000-ലധികം ചപ്പാത്തികൾ ഉണ്ടാക്കി അത് ചുട്ടെടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ജോലിയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അറിയത്തില്ല അതിൻ്റെ പിന്നിലെ അധ്വാനം എന്താണെന്ന്. എല്ലാം പാചകം ചെയ്ത് നമ്മൾ പാക്ക് ചെയ്യുന്ന റൂമിൽ എത്തി. അവിടെ വെച്ച് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വളരെ ശ്രദ്ധാപൂർവം എല്ലാം നന്നായിട്ട് തണുപ്പിച്ച് ആണ് പാക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ 28 വർഷങ്ങളായിട്ട് ഏറെ ശ്രദ്ധാപൂർവമാണ് ഇതെല്ലാം നമ്മൾ ചെയ്തു വരുന്നത്. അങ്ങനെ ഇതെല്ലാം പ്രത്യേകമായിട്ട് പാക്ക് ചെയ്ത് എല്ലാം ഒരുക്കി തിരുവനന്തപുരത്ത് എത്തി.
ഇത് മോളിക്ക് വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ ഭക്ഷണം വിതരണം ചെയ്യാൻ അനുഗ്രഹിക്കപ്പെട്ട